ഓക്കെ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ മെയിനായിട്ട് രണ്ട് പാർട്സ് നമ്മൾ പറഞ്ഞത്, കോറ് അതുപോലെ വൈൻഡിങ്. ഓക്കെ. ഇനി അത് കൂടാണ്ട് ട്രാൻസ്ഫോമറിൽ എന്തുണ്ട്, ഒരുപാട് വേറെയും പാർട്സുകളുണ്ട്, അതിന് ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബക്കോൾസ് റിലേ ഉണ്ട്, അതേപോലെ ബ്രീത്തേഴ്സ് ഉണ്ട്, കൺസർവേറ്റർ ടാങ്ക് ഉണ്ട്. ആ കൺസർവേറ്റർ ടാങ്ക് എവിടെയാണ് വെക്കുന്നത്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, അതുപോലുള്ള ഡിഫറെൻറ്റ് പാർട്സ്. നമ്മൾ മെയിനായിട്ട് പറയുന്ന കോറ് വൈൻഡിങ് കൂടാണ്ട് ട്രാൻസ്ഫോമറിൽ വേറെയും പല ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ നോക്കാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ്. ഒന്ന് സ്റ്റീൽ ടാങ്ക് ഉണ്ടാവും, ഏറ്റവും പുറമുള്ള സ്റ്റീൽ ടാങ്ക്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തുണ്ട്, ഒരു കൺസർവേറ്റർ ടാങ്ക് ഉണ്ടാവും. ഇതാണ് കൺസർവേറ്റർ ടാങ്ക്. പിന്നെ ടെമ്പറേച്ചർ ഗേജ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ ഗേജ്. അതുപോലെ എക്സ്പ്ലോഷൻ വെൻറ്റ്, പ്രഷർ വല്ലതും കൂടുന്നുണ്ടെങ്കിൽ അതിനെ ഇതാക്കാൻ വേണ്ടി എക്സ്പ്ലോഷൻ വെൻറ്റ്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, എന്താ ട്രാൻസ്ഫോമറിൽ വൈൻഡിങ്സ് ഉണ്ട്, വൈൻഡിങ്സിൽ ലോസസ് ഉണ്ടാവും, കോറിലും ലോസസ് ഉണ്ടാവും, കോർ ലോസ് ഉണ്ട്, അതുപോലെ കോപ്പർ ലോസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താവും, ഹീറ്റ് ആവും. ഹീറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ കൂളിംഗ് ചെയ്യണം, അതാണ് കൂളിംഗ് ട്യൂബ്സ്. പിന്നെ ടാപ്പ് ചേഞ്ചേഴ്സ് ഉണ്ട്, ബുഷിംഗ് ടെർമിനേഷൻസ്, നമുക്ക് വൈൻഡിങ്സ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബുഷിങ്സ് ഉണ്ട്, സിലിക്ക ജെൽ ബ്രീത്തർ. ഓക്കെ, എന്താണ് സിലിക്ക ജെൽ ബ്രീത്തർ എന്നൊക്കെ പറയാം. ബക്കോൾസ് റിലേ, എന്താണ് റിലേയുടെ ഫംഗ്ഷൻ, അതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിൻ്റെ കോറും വൈൻഡിങ്ങും കൂടാണ്ട് ട്രാൻസ്ഫോമർ, റിയൽ ട്രാൻസ്ഫോമറിലുള്ള ഒരുപാട് പാർട്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റീൽ ടാങ്ക്. സ്റ്റീൽ ടാങ്ക് എന്നാൽ ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് MS പ്ലേറ്റ് ടാങ്ക്. മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക്കേറ്റഡ് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ടാങ്ക് യൂസ്ഡ് ഫോർ ഹൗസിംഗ് ദ കോർ, വൈൻഡിങ് ആൻഡ് ഫോർ മൗണ്ടിങ് വേരിയസ് ആക്സസറീസ് റിക്വയർഡ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ. അത് ഏറ്റവും പുറമേ ഉള്ള നമ്മുടെ ടാങ്ക്. ആ ടാങ്കിനകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോറ്, വൈൻഡിങ്, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കുറേ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൗണ്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ്, സ്റ്റീൽ ടാങ്കിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, കൺസർവേറ്റർ ടാങ്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസർവേറ്റർ ടാങ്ക്. കൺസർവേറ്റർ ടാങ്കിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എവിടെയാണ് കൺസ്യൂമർ ടാങ്ക് വെക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഇറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ഡ്രം. ഒരു ഡ്രം ഷേപ്ഡ് ആയിരിക്കും, മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദി ട്രാൻസ്ഫോമർ. ഇവിടെ നോക്കുക, ട്രാൻസ്ഫോമറിൻ്റെ ടോപ്പിൽ ഒരു ഡ്രം ഷേപ്പിൽ മൗണ്ട് ചെയ്തേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കൺസർവേറ്റർ ടാങ്ക്. അപ്പോൾ എന്താണ് കൺസർവേറ്റർ ടാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ കോറും വൈൻഡിങ്ങും ഒക്കെ എന്തിനാണ്, ഓയിലിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കാണ്, മുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ചിലപ്പോൾ ട്രാൻസ്ഫോമർ ഹീറ്റ് ആവും. ഹീറ്റ് ആവുന്ന സമയത്ത്, ലോഡ് സമയത്ത് ഹീറ്റ് ആവും. ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഓയിൽ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഓയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓയിലിൻ്റെ ലെവൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇല്ലെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും, കൂളിംഗ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൾഡ് ടെമ്പറേച്ചർ ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓയിൽ കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങുമ്പോൾ ലെവൽ ഓഫ് ഓയിൽ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് വരുന്ന, ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഓയിലിനെ സേവ് ചെയ്യാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കൺസർവേറ്റർ ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഇനി കൂളാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കൺസർവേറ്റർ ടാങ്കിൽ ശേഖരിച്ചിട്ടുള്ള ഓയിൽ എന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. ആ ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്, കൺസർവേറ്റർ ടാങ്ക് ചെയ്യുന്നത്. Okay, that is, it is in the shape of a drum mounted on the top of a transformer. It allows the expansion of oil due to temperature. Temperature കൂടുന്ന സമയത്ത് ഓയിൽ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷനെ അലോ ചെയ്യുന്ന ആളാണ് ആര്, കൺസർവേറ്റർ ടാങ്ക്. അപ്പോൾ കൺസർവേറ്റർ ടാങ്കിന് ഫ്രണ്ടിൽ എന്ത് വേണം, ഒരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ആ ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ കോൺട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഇനി കൺസർവേറ്ററും നമ്മുടെ മെയിൻ ടാങ്കും നമ്മൾ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ട്രാൻസ്ഫോമർ ഓയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യും, ഓയിൽ നേരെ എവിടത്തേക്ക് എത്തും, കൺസർവേറ്റർ ടാങ്കിലേക്ക് എത്തും. ദാറ്റ് ഈസ് വെൻ ദ ട്രാൻസ്ഫോമർ ഈസ് ഹീറ്റഡ് അപ്പ് ഡ്യൂ ടു നോർമൽ ലോഡ് ഓപ്പറേഷൻ, ദ ഓയിൽ എക്സ്പാൻഡ്സ് ആൻഡ് ദ ലെവൽ ഓഫ് ദ ഓയിൽ ഇൻ ദ കൺസർവേറ്റർ ടാങ്ക് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ട്രാൻസ്ഫോമർ ടാങ്കിൽ നിന്ന് ഓയിൽ നേരെ എങ്ങോട്ടേക്ക് എത്തും, കൺസർവേറ്റർ ടാങ്കിലേക്ക് പോകും. ഇനി വൈസ് വേഴ്സ, കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓയിലിൻ്റെ ലെവൽ കുറയും. ഓയിലിൻ്റെ ലെവൽ കുറയുമ്പോൾ കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും, പൈപ്പ് വഴി വീണ്ടും ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ടാങ്കിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും. ഓക്കെ, നെക്സ്റ്റ്, എ പൈപ്പ് കണക്റ്റഡ് ടു ദ ടോപ്പ് ഓഫ് ദ കൺസർവേറ്റർ ടാങ്ക് അലോസ് ദ ഇന്റേണൽ എയർ ടു ഗോ ഔട്ട് ആൻഡ് ഗെറ്റ് ഇൻ ത്രൂ ദ ബ്രീത്തർ. അതിൻ്റെ മുകളിലൊരു പൈപ്പും കൂടി വെച്ചിട്ടുണ്ട്. അതിനേക്കാണ് തോന്നുന്നത്, നമ്മൾ എയറും കൂടി എന്ത് ചെയ്യും, നമ്മുടെ ഇതിനകത്തേക്ക് പോകും. അതിന് പിന്നെ അഡീഷണൽ ഒരു ബ്രീത്തർ എന്ന് പറയുന്ന സാധനം കൂടി വെച്ചിട്ടുണ്ട്. ബ്രീത്തർ എന്താണെന്ന് നോക്കി നമുക്ക് നെക്സ്റ്റ് പറയാം. ഇതാണ് കൺസർവേറ്റർ ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ സ്റ്റോർ ചെയ്യുക, അല്ലാത്ത സമയത്ത് തിരിച്ച് വീണ്ടും ടാങ്കിലേക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, low power transformers are air cooled, cooling in the, okay, low power transformers are air cooled, whereas large power transformers are immersed in oil for better cooling. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോഴാണ് എങ്ങോട്ടേക്ക് പോകുന്നത്,
കൺസർവേറ്റർ ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഓയിൽ എന്ത് ചെയ്യണം, നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, കൂളിംഗ് സാധനമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എയർ കൂളിംഗ് ഉണ്ട്, അതേപോലെ ഓയിൽ കൂളിംഗ് ഉണ്ട്, പിന്നെ വാട്ടർ കൂളിംഗ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് ഉണ്ട്. അത് വരുമ്പോൾ പറയാം. ലോ പവർ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്ത് ചെയ്യും, എയർ കൂൾഡ് ആണ് യൂസ് ചെയ്യുക, എയർ കൂൾഡ് കൂളിംഗ് ആണ് യൂസ് ചെയ്യുക. ലാർജ് പവർ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇമ്മേഴ്സ്ഡ് ഇൻ ഓയിൽ ഫോർ ബെറ്റർ കൂളിംഗ്. ഓക്കെ, ഓയിലാണ് എന്ത് ചെയ്യുന്നത്, ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ്, ട്രാൻസ്ഫോമർ ഓയിൽ. In oil cooled transformer, the oil serves as coolant also as an insulating medium. അപ്പോൾ ഓയിലിന് രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഒന്ന് കൂളന്റ്, എന്ത് ചെയ്യുക, കൂൾ ചെയ്യുക. ട്രാൻസ്ഫോമർ ചൂടാകുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം, കൂൾ ചെയ്യണം. രണ്ടാമത്തെ എന്താ, ഇൻസുലേറ്റിംഗ് മീഡിയായിട്ട് അത് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. നെക്സ്റ്റ്, യൂസ് ചെയ്യുന്ന ഓയിൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ മിനറൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാ, ഇൻസ്റ്റെഡ് ഓഫ് നാച്ചുറൽ മിനറൽ അസ്കാരൽ, ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, ചോദിച്ചിട്ടുണ്ട്. അസ്കാരൽസ് ആർ യൂസ്ഡ്. ഓക്കെ, നാച്ചുറൽ മിനറൽസിന് പകരം അസ്കാരൽ എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ ഓയിലാണ് യൂസ് ചെയ്യുക. ദേ ആർ നോൺ ഇൻഫ്ലേമബിൾ ആൻഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ആർ ഡു നോട്ട് ഡീകമ്പോസ് ടു പ്രൊഡ്യൂസ് ഇൻഫ്ലേമബിൾ ഗ്യാസസ്. അതായത് ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് ചെയ്യും, നോൺ ഇൻഫ്ലേമബിൾ ആണ്, അത് എന്ത് ചെയ്യില്ല, ഫയർ ചെയ്യില്ല. പിന്നെ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ട്രാൻസ്ഫോമറിൽ ഒരു ഇലക്ട്രിക് ആർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇൻഫ്ലേമബിൾ ഗ്യാസസ് അതിനെന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യില്ല, ഇൻഫ്ലേമബിൾ ഗ്യാസസ് ഒന്നും എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇൻഫ്ലേമബിൾ ഗ്യാസിന് എക്സാമ്പിൾ ആണ് എന്ത്, പൈറോക്ലോർ എന്ന് പറയുന്ന ഗ്യാസസ് ഒന്നും എന്ത് ചെയ്യില്ല, പുറത്തോട്ട് വിടില്ല. അപ്പോൾ അസ്കാരലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എന്ത്, ഇൻസുലേറ്റിംഗ് ആൻഡ് കൂളിംഗ് ലിക്വിഡ്. ഓക്കെ, നെക്സ്റ്റ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ ട്രാൻസ്ഫോമർ ഓയിൽ. അപ്പോൾ ഓരോ ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്ററിന് എന്തുണ്ട്, അതിനൊരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടാവും. ആ സ്ട്രെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡൈഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം, 30 kV ആണ് എന്ത്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത്, ട്രാൻസ്ഫോമർ ഓയിൽ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൂളൻ്റായിട്ടും യൂസ് ചെയ്യും, അതുപോലെ ഇൻസുലേറ്റിംഗ് മീഡിയം യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്കാരലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ ഫ്രഷ് ഓയിൽ ഈസ് കളർലെസ്, ജനറലി യൂസ് പാരാഫിൻ ബേസ്ഡ് ഇൻസുലേറ്റിംഗ് ഓയിൽ. നമ്മൾ ഫ്രഷ് ഓയിൽ ആണെങ്കിൽ ഇതായിരിക്കും, കളർലെസ് ആയിരിക്കും. അതിന് ഇതാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, പാരാഫിൻ കൂടി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ജനറലി യൂസ്ഡ് പാരാഫിൻ ബേസ്ഡ് ഇൻസുലേറ്റിംഗ് ഓയിൽ. ഇൻസുലേറ്റിംഗ് ഓയിലിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക, പാരാഫിൻ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് ഇത് ടെമ്പറേച്ചർ ഗേജ്. എന്തിനാണ് ടെമ്പറേച്ചർ ഗേജ് യൂസ് ചെയ്യുക, ഇറ്റ് ഈസ് ഫിറ്റഡ് ടു ദ ട്രാൻസ്ഫോമർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ട്രാൻസ്ഫോമർ ഓയിൽ. ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഗേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കൂളിംഗ് ട്യൂബ്സ്. ട്രാൻസ്ഫോമർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിലേക്കുള്ള വൈൻഡിങ് എന്തായി പോകും, ഹീറ്റായി പോകും. കാരണം എന്താ, അയൺ ലോസ് ഉണ്ട് അവിടെ, കോപ്പർ ലോസും ഉണ്ട്. ട്രാൻസ്ഫോമർ എന്താ, ഹീറ്റ് ചെയ്യും. ഓക്കെ, ലോഡൊക്കെ വരുന്ന സമയത്ത് ഹീറ്റ് ആവും. ദ ട്രാൻസ്ഫോമർ ഈസ് ഹീറ്റഡ് അപ്പ് വെൻ ദ ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു ദ സപ്ലൈ ഡ്യൂ ടു അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും. ആ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യണം, റിഡ്യൂസ് ചെയ്യണം. ടു കീപ് ഡൗൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ വൈൻഡിങ് വെൻ ദ ട്രാൻസ്ഫോമർ ഈസ് പുട്ട് ഓൺ ലോഡ്, ദ ഹീറ്റ് ജനറേറ്റർ ഇൻസൈഡ് ദ ട്രാൻസ്ഫോമർ ഷുഡ് ബി റേഡിയേറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിനെ എന്ത് ചെയ്യാം, പുറത്തേക്ക് തള്ളിവിടണം. ഓക്കെ, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലേറ്റിംഗ് ഓയിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ടു ഡിസിപ്പേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ വൈൻഡിങ് ആൻഡ് കോർ, ദ ട്രാൻസ്ഫോമർ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് ഓയിൽ. നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമർ ഓയിൽ പറഞ്ഞു എന്താ, കൂളിംഗ് ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഓയിൽ യൂസ് ചെയ്യുന്നത്, എസ്കാരലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും, ദ ഓയിൽ ക്യാരീസ് ദ ഹീറ്റ് ടു ദ കൂളിംഗ് പൈപ്സ്. ദാറ്റ് ഈസ് ഇൻസുലേറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് ചെയ്യും, ഹീറ്റിന് എന്ത് ചെയ്യും, ക്യാരി ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് കൊടുക്കും, കൂളിംഗ് പൈപ്പിലേക്ക് കൊടുക്കും. കൂളിംഗ് പൈപ്പ് നേരെ അതൊന്ന് എങ്ങോട്ടേക്ക് പോകും, അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കൂളിംഗ് ട്യൂബ്സ് വർക്ക് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. നെക്സ്റ്റ് അടുത്ത് എന്താ, ടാപ്പ് ചേഞ്ചർ. ഓക്കെ, ടാപ്പ് ചേഞ്ച് എന്താ വെച്ചാൽ ട്രാൻസ്ഫോമറിൽ എന്തുണ്ടാവും, ലൈൻ വോൾട്ടേജ് ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് എന്ത് കൊടുക്കുക, സെൻഡിങ് ആൻഡ് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് കിട്ടില്ല, സാറ്റിസ്ഫാക്ടറി കണ്ടീഷനിൽ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജസ് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സെൻഡിങ് ആൻഡ് വോൾട്ടേജിന് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടാപ്പ് ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു കോമ്പൻസേറ്റ് ദ ലൈൻ വോൾട്ടേജ് ഡ്രോപ്സ് ഇൻ ദ കണ്ടക്ടേഴ്സ്. It is customary to increase the sending end voltage by tap changing transformers. Okay, ഇനി എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ എന്താണ്, ഒരുപാട് ടാപ്സ് ഉണ്ടാവും. ജസ്റ്റ് ഫിഗറിൽ കാണിച്ചു തരാം. ആ ടാപ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ടാപ്പിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ആവശ്യമുള്ള
വോൾട്ടേജ് എന്താക്കുക പുറത്തേക്ക് എടുക്കുക. രണ്ട് മെത്തേഡിൽ ടാപ്പ് ചേഞ്ചിങ് ഉണ്ട്, ഓഫ് ലൈൻ ചേഞ്ചിങ് ഉണ്ട്, അതുപോലെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡും ഉണ്ട്, ഓൺ ഗ്രിഡും ഉണ്ട്. ഇപ്പോൾ ടാപ്സ് മെയിനായിട്ട് കൊടുക്കുന്നത് HV സൈഡിലാണ് എന്ത് കൊടുക്കുക, ടാപ്പ് കൊടുക്കുക. ഓക്കെ, കാരണം വെച്ചാൽ HV സൈഡ് നമ്മൾ പുറത്തേക്ക് വൈൻഡ് ചെയ്യുന്ന ഏതാണ്, HV, അത് LV സൈഡ് വൈൻഡ് ചെയ്യും, അതിൽ പുറത്താണ് എന്ത് ചെയ്യുന്നത്, HV സൈഡ് വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ HV വൈൻഡിങ് എപ്പോഴും പുറത്ത് സൈഡ് ആയിരിക്കും. അത് മാത്രമല്ല അതിലൂടെ പോകുന്ന കറണ്ടും എന്തായിരിക്കും, ലോ ആയിരിക്കും. ഹൈ വോൾട്ടേജ് ആകുമ്പോൾ കറണ്ട് എന്ത് വരും, ലോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള ടാപ്പ് ചേഞ്ചിങ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചിങ് മെത്തേഡ്. ഓക്കെ, ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചിങ് വെച്ചാൽ ഒരു ടാപ്പ് ചേഞ്ചിങ് സ്വിച്ച് ഉണ്ടാവും. ആ ടാപ്പ് ചേഞ്ചിങ് സ്വിച്ച് വെച്ച് എന്ത് ചെയ്യാം, മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാപ്പിനെ ചേഞ്ച് ചെയ്ത് വെക്കാം. ഇൻ ദിസ് മെത്തേഡ് ലോഡ് സ്വിച്ച് ഹാസ് ടു ബി ഓപ്പൺഡ് ബിഫോർ ദ ടാപ്പ് ചേഞ്ചിങ് ഓപ്പറേഷൻ ഇസ് ടു ടാപ്പ് ചേഞ്ചിങ്ങിന് മുമ്പ് എന്ത് ചെയ്യണം, ലോഡിൻ്റെ സ്വിച്ച് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത് വെക്കണം. കാരണം ലോഡ് കണക്ട് ചെയ്യാൻ പാടില്ല. ലോഡ് കണക്ട് ചെയ്ത് സംഭവിക്കും, ഈ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഹെവി സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ലോഡ് നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടാപ്പ് ചേഞ്ചിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചിങ് മെത്തേഡ്. ഓക്കെ, ലോഡുമായിട്ട് എന്തെങ്കിലും ഡിസ്കണക്ട് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പ്രൈമറിയിൽ അല്ലെങ്കിൽ HV സൈഡിൽ എങ്ങോട്ട് കൊടുക്കുക, ടാപ്പിംഗ് കൊടുക്കുക. ഇവിടെ കുറേ ടാപ്പിങ്സ് ഉണ്ടോ, ഇത് വൈൻഡിങ് ആണ്, ഇത് ലോ വോൾട്ടേജ് സൈഡ്. HV സൈഡിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഡിഫറെൻറ്റ് ടാപ്പിംഗ് കൊടുത്തേക്കുന്നത്. ഹൈ വോൾട്ടേജ് സൈഡിൽ ഡിഫറെൻറ്റ് ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ലോഡിൻ്റെ സ്വിച്ച് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമുക്കിത് ടേൺ ചെയ്യുന്ന സമയത്ത് ഓരോ നമ്പർ ഓഫ് ടേൺസിനനുസരിച്ച് എന്ത് കിട്ടും, ഓരോ വോൾട്ടേജസ് വരും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടാപ്പ് ചേഞ്ചിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ, അവിടുത്തെ മെയിൻ പ്രശ്നം എന്തായിരുന്നു, ലോഡ് സ്വിച്ചിന് എന്ത് ചെയ്ത് വെക്കണം, ഓപ്പൺ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഹെവി സ്പാർക്കിംഗ് ഉണ്ടാവും കോൺടാക്ട് പോയിന്റ്സിൽ. ഇവിടെ കണ്ടു, ഇവിടെ ഈ കോൺടാക്ട് പോയിന്റ്സിലൊക്കെ എന്തുണ്ടാവും, സ്പാർക്കിംഗ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലോഡിന് എന്ത് ചെയ്ത് വെക്കണം, ഓഫ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് എന്ത് പേര് വന്നു, ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചിങ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ ആണ്. ഓക്കെ, ദ ലോഡ് കറണ്ട് ഈസ് നോട്ട് ഇൻട്രപ്റ്റഡ് ഡ്യൂറിങ് എ ടാപ്പ് ചേഞ്ച്. നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താവില്ല, ലോഡിൽ ഡിസ്കണക്റ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ലോഡ് സ്വിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഓപ്പൺ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ദ ടാപ്പ് ചേഞ്ചിങ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് ഷോർട്ട് സർക്യൂട്ടിങ് എ ടാപ്പ്ഡ് സെക്ഷൻ ഓഫ് ദ വൈൻഡിങ്. അത് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ടാപ്പ് ചേഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേരാണ് എന്ത്, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ്. ലോഡ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, ടാപ്പ് ചേഞ്ചർ. അപ്പോൾ സെൻഡിങ് എൻഡിലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടാപ്പ് ചേഞ്ചർ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബുഷിംഗ് ടെർമിനേഷൻ. അത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് എടുത്തു. വൈൻഡിങ് എടുത്തിട്ട് എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കേൾക്കുന്നില്ലേ, ഹലോ? ആ ഓക്കെ, ഒന്ന് ആരായിരുന്നു അയച്ചതൊന്ന് റേഞ്ചിലെടുത്തൊന്ന് നിൽക്കണേ. ഓക്കെ, നെക്സ്റ്റ് ബുഷിംഗ് ടെർമിനേഷൻ. ട്രാൻസ്ഫോമർ ബുഷിങ്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ for the winding terminals when any earthed material is present near to the conductors. അതായത് ട്രാൻസ്ഫോമർ വൈൻഡിങ്സിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബുഷിങ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്ഫോമർ നോക്കി കഴിഞ്ഞാൽ എൻ്റെ മോൾ ഭാഗത്ത് നിന്നുണ്ടാവും ബുഷിങ്സ് ഉണ്ട്. ആ ബുഷിങ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എടുക്കുക, പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഇസ് ട്രാൻസ്ഫോമർ ബുഷിങ്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. അതായത് ഒരു ഇൻസുലേറ്റർ മെറ്റീരിയൽ ആയിരിക്കും. ഇലക്ട്രിക്കൽ ഐസൊലേഷന് വേണ്ടിയിട്ട്, വൈൻഡിങ് ടെർമിനൽസിൻ്റെ ഇലക്ട്രിക്കൽ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബുഷിങ്സ് യൂസ് ചെയ്യുന്നത്. If the operating voltage level is very high, then the vacuum space of the transformer bushing is filled with insulating oil. അതായത് നമ്മുടെ ബുഷിങ്ങിൻ്റെ ഇടയിലുള്ള വാക്യൂം സ്പേസ് നമ്മൾ എന്ത് വെച്ച് ഫില്ല് ചെയ്യും, ഇൻസുലേറ്റിംഗ് ഓയിലും കൂടി എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് കൊടുക്കും. എപ്പോൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, അതിലൂടെ വരുന്ന വോൾട്ടേജ് ഹൈ ആണെങ്കിൽ, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഹൈ ആണെങ്കിൽ ദ വാക്യൂം സ്പേസ് ഓഫ് ദ ബുഷിംഗ് ഈസ് ഫിൽഡ് വിത്ത് ഇൻസുലേറ്റിംഗ് ഓയിൽ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് ബുഷിംഗ് എന്നൊക്കെ. നെക്സ്റ്റ് ഇതിന് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ബ്രീത്തേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രീത്തേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ട്. ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ എയറുമായിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ മോയ്സ്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോകും. അതായത് ഡിറ്റീരിയേഷൻ സംഭവിക്കും, അതിൻ്റെ ഡീഗ്രേഡ് ആയി പോകും ഓയിൽ. ഓക്കെ, അപ്പോൾ മോയ്സ്ചർ എവിടെ വരും, ട്രാൻസ്ഫോമർ ഓയിലിൽ വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ഒഴിവാക്കണം. ആ ഒഴിവാക്കുന്ന മോയ്സ്ചറിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധനമാണ് എന്ത്, ബ്രീത്തറായിട്ട് യൂസ് ചെയ്യും. മെയിനായിട്ട് സിലിക്ക ജെല്ലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ബ്രീത്തറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയറിൽ ട്രാൻസ്ഫോമറിലേക്ക് എയറിലേക്ക് വരും. എയർ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ചേഞ്ച് ചെയ്ത് കളയും. അപ്പോൾ അതിനെ മോയ്സ്ചറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രീത്തേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്ക ജെല്ലാണ് മെയിനായിട്ട് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ബ്രീത്തറായിട്ട് യൂസ് ചെയ്യുന്നത്. സിലിക്ക ജെൽ ബ്രീത്തർ ഇസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഫിറ്റഡ് ടു ദ കൺസർവേറ്റർ ത്രൂ എ പൈപ്പ്. ഇപ്പോൾ കൺസർവേറ്ററിലേക്കാണ് എന്ത് കൊടുക്കുക, ബ്രീത്തർ കൊടുത്തിട്ടുണ്ടാവുക. ഇറ്റ് അലോസ് ദ മോയ്സ്ചർ ഫ്രീ എയർ
to and fro into the conservator when the transformer oil gets heated and cooled down. അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ ടാങ്കിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ കൺസർവേറ്റർ ടാങ്കിലേക്ക് പോകും. ആ കൺസർവേറ്റർ ടാങ്കിൽ എങ്ങോട്ട് എപ്പോഴാണ് പോവുക? ഇവിടുത്തെ ഓയിൽ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും? കൺസർവേറ്റർ ടാങ്ക് പോകും. അപ്പോൾ ഇവിടെ ബ്രീത്തർ ഉണ്ടാവും, ബ്രീത്തർ വഴിയാണ് പോവുക. അപ്പോൾ ബ്രീത്തർ എന്ത് ചെയ്യും? മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സംഭവിക്കും, ട്രാൻസ്ഫോമർ ടാങ്കിൽ നിന്ന് കൂളാവുന്ന സമയത്ത് ഇതിൻ്റെ ലെവൽ കുറയും. ലെവൽ കുറയുമ്പോൾ ടാങ്കിൽ നിന്ന് ഓയിൽ വീണ്ടും എങ്ങോട്ടേക്ക് വരും? ടാങ്കിലേക്ക് വരും. ആ ഒരു പാത്തിലാണ് എന്ത് കൊടുക്കുക? നമ്മൾ ബ്രീത്തർ കൊടുക്കുക. ഇറ്റ് അലോസ് ദ moisture free air to and fro into the conservator when the transformer oil gets heated and cools down. ഓക്കെ, അപ്പോൾ നമ്മൾ സിലിക്ക ജെൽ ക്രിസ്റ്റൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്ക ജെൽ ക്രിസ്റ്റൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാധനം കാണും. അപ്പോൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഒരു സിലിക്ക ജെല്ലും കൂടി ഉണ്ടാവും, ഒരു ചെറിയ തരിതരികളായിട്ട്. ആ ക്രിസ്റ്റൽസിനാണ് എന്തെന്ന് വിളിക്കുന്നത്? സിലിക്ക ജെൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷനാണ് എന്ത്? ആ മോയ്സ്ചറിന് എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുക. അപ്പോൾ സിലിക്ക ജെൽ എന്താ ഫംഗ്ഷൻ? അതിൻ്റെ എഫക്റ്റീവ്ലി ഡ്രൈസ് ദ എയറിന് എന്താക്കിക്കും? ഡ്രൈ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് ഡ്രൈ എയർ ആണ് പുറത്ത് വെക്കുക. ആൻഡ് പ്രിവെൻറ്റ് ദ മോയ്സ്ചർ ഡസ്റ്റ് എൻറ്ററിങ് ഇൻ ടു ദ ട്രാൻസ്ഫോമർ ഓയിൽ. മോയ്സ്ചർ ട്രാൻസ്ഫോമർ ഓയിലിലേക്ക് കടക്കുന്നതിന് എന്ത് ചെയ്യും? അത് ഒഴിവാക്കും. ഇതാണ് ആരുടെ ഫംഗ്ഷൻ? സിലിക്ക ജെൽ ബ്രീത്തറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് സിലിക്ക ജെല്ലിൻ ഫ്രഷ് ആയിട്ടുള്ള സിലിക്ക ജെല്ലാണെങ്കിൽ എന്തെങ്കിലും ബ്ലൂ കളറായിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഫ്രഷ് സിലിക്ക ജെൽ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലായിരിക്കും. അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. പ്യുവർ വൈറ്റ് ഓർ ലൈറ്റ് പിങ്ക് കളറാവും. ഓക്കെ, അപ്പോൾ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്യുവർ വൈറ്റും ലൈറ്റ് പിങ്ക് കളറാവും. ആക്ച്വൽ കളർ ഫ്രഷ് ജെൽ സിലിക്ക ജെല്ലിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ കളറായിട്ടാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ബക്ക്ഹോൾസ് റിലേ. ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ബക്ക്ഹോൾസ് റിലേ. അപ്പോൾ എന്താണ് ബക്ക്ഹോൾസ് റിലേ എന്ന് പറഞ്ഞാൽ നോക്കാം. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തേത് എവിടെയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് എന്ത് മെയിൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബക്ക്ഹോൾസ് റിലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാസ് ഓപ്പറേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഓക്കെ, ഗ്യാസ് ഓപ്പറേറ്റഡ് ആണ്, ഗ്യാസ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്താ ഫംഗ്ഷൻ ഇപ്പോൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഫോമർ ഓയിൽ ടാങ്ക് ആൻഡ് ദ കൺസർവേറ്റർ ടാങ്ക്. നമ്മുടെ ഓയിൽ മെയിൻ ടാങ്കിൻ്റെയും അതായത് ഓയിൽ ടാങ്കിൻ്റെയും കൺസർവേറ്റർ ടാങ്കിൻ്റെയും ഇടയിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? ബക്ക്ഹോൾസ് റിലേ ഇത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ട്രാൻസ്ഫോമറിൽ എന്ത് സംഭവിച്ചു? ഒരു ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്, ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ഫോൾട്ട് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഓയിൽ സ്വാഭാവികമായിട്ട് ഹീറ്റിംഗ് സംഭവിക്കും. ഹീറ്റ് സംഭവിക്കുമ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. Okay, that is top float assembly operates during the initial stages of gas or air bubble formations to minor fault in the transformer. അപ്പോൾ ചെറിയ ചെറിയ ഫോൾട്ടുകളാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ടോപ്പ് ഫ്ലോട്ട് അസംബ്ലി ബബിൾസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനീഷ്യൽ സ്റ്റേറ്റ് ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ബബിൾസ് ഇങ്ങനെ കൂടി വന്നിട്ട് ആ ടോപ്പ് ഫ്ലോട്ടിന് മുകളിൽ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എന്തുണ്ട്? ആ ഫ്ലോട്ട് എന്ത് ചെയ്യും? അതായത് നമ്മൾ വാട്ടറിൻ്റെ ലെവൽ കണ്ടിട്ടില്ല, നമ്മൾ ടാങ്കിലൊക്കെ വാട്ടർ ലെവൽ പോലെ ഒരു ബോൾ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്, ഒരു റിലേ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബബിൾസ് ഇനി എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ആ ഫ്ലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ക്ലോസ് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട് ത്രൂ എ മെർക്യൂറി സ്വിച്ച്. ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ച് സമയത്ത് എന്ത് ചെയ്യും? ബബിൾസ് ഇങ്ങനെ പോയിട്ട് ആ സ്വിച്ചിനെ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു അലാറം ഓർ സൈറൺ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും? മുഴങ്ങാൻ വേണ്ടി തുടങ്ങും. ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ബക്ക്ഹോൾസ് റിലേയുടെ ഫംഗ്ഷൻ. അവിടെ ഒരു ഫോൾട്ട് ഉണ്ട് എന്ന് ആർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുക? അലാറമിലേക്ക് അല്ലെങ്കിൽ സൈറണിലേക്ക് ഇൻഫോർമേഷൻ കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? റിലേയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് റിലേ ആണെങ്കിലും റിലേയുടെ ഫംഗ്ഷൻ എന്താ? ഫോൾട്ടിനെ റെക്കഗ്നൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, സിഗ്നൽ പാസ് ചെയ്യുക. അതാണ് റിലേയുടെ ഫംഗ്ഷൻ. ബക്ക്ഹോൾസ് റിലേയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ സംഭവിക്കും? ബബിൾസ് ഫോം ചെയ്യും. ആ ബബിൾസ് ഒരു ടോപ്പ് ഫ്ലോട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യും. ടോപ്പ് ബബിൾസിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ആ ഫ്ലോട്ട് എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടാവും, മെർക്കുറി സ്വിച്ച്. ആ മെർക്കുറി സ്വിച്ചിൽ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് അലാം ഓർ സൈറൺ അടിക്കും. അപ്പോൾ ഓപ്പറേറ്ററിന് മനസ്സിലാവും എന്തുണ്ട്? ഫോൾട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗ്യാസ് ബബിൾസ് അല്ലെങ്കിൽ ഗ്യാസ് വെച്ചിട്ടാണ് എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ബക്ക്ഹോൾസ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള ഫോൾട്ട്, ഇൻറ്റേർണൽ ഫോൾട്ട്, അതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള ഫോൾട്ടിനെ സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബക്ക്ഹോൾസ് റിലേ യൂസ് ചെയ്യുന്നത്. കണക്ട് ചെയ്തേക്കുന്നത് എവിടെയാണ്? ഓയിൽ ടാങ്കിൻ്റെയും കൺസർവേറ്റർ ടാങ്കിൻ്റെയും ഇടയിലാണ് ആര് കണക്ട് ചെയ്തേക്കുന്നത്? ബക്ക്ഹോൾസ് റിലേ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇഫ് എനി മേജർ ഫോൾട്ട് ഒക്കേഴ്സ് ഇൻ ദ ട്രാൻസ്ഫോമർ then the production of gas bubbles are more severe.
and hence the bottom float activates the mercury switch and closes the relay contacts. അപ്പോൾ നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ ഫോൾട്ട്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾക്ക് അലാറം കൊടുക്കുകയുള്ളൂ, അപ്പോൾ ഓപ്പറേറ്റർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് ചെയ്തോളും. മേജർ ഫോൾട്ട് ഒക്കെ സംഭവിക്കുന്നത് ടോപ്പ് ഫ്ലോട്ട് മാത്രമല്ല ബോട്ടം ഫ്ലോട്ട് കൂടി എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. എന്ത് ചെയ്യും, സ്വിച്ച് റിലേനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, കോൺടാക്റ്റിന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, നമ്മുടെ ട്രാൻസ്ഫോമർ സർക്യൂട്ടിൽ ട്രിപ്പിംഗ് നടക്കും. ഓക്കെ, ട്രിപ്പ് നടക്കുമ്പോൾ ട്രാൻസ്ഫോമർ മെയിൻ ലൈനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ട്രാൻസ്ഫോമർ ഫർദർ ഡാമേജിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷപ്പെട്ടു പോകും. ഓക്കെ, അപ്പം അങ്ങനെ 2 ടൈപ്പ് ഫോൾട്ട്സ് ഉണ്ടാവും. ചെറിയ ചെറിയ ഫോൾട്ട് ആണെങ്കിൽ ജസ്റ്റ് അലാറം അറിയിക്കുക എന്നുള്ളതാണ്. മേജർ ഫോൾട്ട്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, റിലേ കോൺടാക്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ബോട്ടം ഫ്ലോട്ട് ഉണ്ടാവും. ബോട്ടം ഫ്ലോട്ട് വെച്ചിട്ട് മെർക്കുറി സ്വിച്ചിനെ ക്ലോസ് ചെയ്യുമ്പോൾ റിലേ കോൺടാക്റ്റ് ക്ലോസ് ആവും. റിലേ കോൺടാക്റ്റ് ക്ലോസ് ആകുന്ന സമയത്ത് ട്രാൻസ്ഫോമർ ട്രിപ്പ് ആവും. ട്രിപ്പ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ കണക്ഷൻ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അതായത് അവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കറും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഇഫ് എനി മേജർ ഫോൾട്ട് ഒക്കേഴ്സ് ഇൻ ദ ട്രാൻസ്ഫോമർ, then the production of gas bubbles are more severe and hence the bottom float activates the mercury switch and it closes the relay contact. Closing of the bottom relay contact trips the transformer circuit breaker. Circuit breaker then trip ചെയ്യും and opens the transformer from the main line. Main line the transformer and then disconnect ചെയ്ത് വെക്കും to protect the transformer from further damage. അതായത് ട്രാൻസ്ഫോമറിന്റെ ഇന്റേണൽ ഉണ്ടാകുന്ന ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിലാണ് എന്ത് ആക്ടിവേറ്റ് ആവുക, ബക്കോൾസ് റിലേ ആക്ടിവേറ്റ് ആവുക. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. ബക്കോൾസ് റിലേ ഗീവ്സ് വാർണിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓപ്ഷൻസ്: incipient electrical fault inside a transformer, electrical fault outside a transformer in outgoing feeder, electrical fault outside the transformer in ingoing feeder, both inside and outside fault. ആകെ ഇൻസൈഡിലെ ഫോൾട്ട്സിന് മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് റൈറ്റ് ആൻസർ. അപ്പോൾ ഡൗട്ട് ഉണ്ട് എന്താണ് ഇൻസിപ്പിയൻറ്റ് ഇലക്ട്രിക്കൽ ഫോൾട്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇൻസിപ്പിയൻറ്റ് ഇലക്ട്രിക്കൽ ഫോൾട്ട് വരുന്നതെന്ന് നോക്കാം. ദീസ് ആർ ഓൾസോ നോൺ ആസ് മൈനർ ഫോൾട്ട്. ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന മൈനർ ഫോൾട്ട്സിനാണ് എന്തിനു പറയുന്നത്, ഇൻസിപ്പിയൻറ്റ് ഫോൾട്ട്സ് എന്ന് പറയാം. ഓക്കെ, ദേ ഡു നോട്ട് അഫക്ട് ദ ട്രാൻസ്ഫോമർ ഇമ്മീഡിയറ്റ്. മൈനർ ഫോൾട്ട്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ മൊത്തത്തിൽ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ അഫക്റ്റ് ചെയ്യില്ല. ഇനി ഒരുപാട് സമയത്തേക്ക് മൈനർ ഫോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും, അത് ഇന്റേണൽ ഫോൾട്ടിനെ ജസ്റ്റ് പെട്ടെന്നൊക്കെ അത് സ്റ്റോപ്പായി പോവും. പക്ഷെ ഒരുപാട് എക്സിസ്റ്റ് ചെയ്ത സമയം നീണ്ടു നിന്നാൽ അതെന്ത് ചെയ്യും, ഇന്റേണൽ ഫോൾട്ടിലേക്ക് അത് മാറും. അപ്പോൾ ഇൻസിപ്പിയൻറ്റ് ഫോൾട്ട്സിനെ കോമ്പൻസേറ്റ് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബക്കോൾസ് റിലേ എന്ന് പറയുന്ന റിലേ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബക്കോൾസ് റിലേ ഗീവ്സ് വാർണിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻസിപ്പിയൻറ്റ് ഇലക്ട്രിക്കൽ ഫോൾട്ട് ഇൻസൈഡ് എ ട്രാൻസ്ഫോമർ. എവിടുത്തെ ഫോൾട്ടാണ് ഇത് പ്രൊട്ടക്ഷൻ തരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ബക്കോൾസ് റിലേ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, മെയിൻ ടാങ്കിൻ്റെയും ട്രാൻസ്ഫോമർ ടാങ്കിൻ്റെയും ഇടയിലായിരിക്കും എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ബക്കോൾസ് റിലേ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലോഷൻ വെൻറ്റ്. ഓക്കെ, എക്സ്പ്ലോഷൻ വെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്തുണ്ടാവും, ചിലപ്പോൾ പ്രഷറൊക്കെ ഉണ്ടാവും, പ്രഷർ കൂടും, ഓവർ ഹീറ്റിംഗ് വരുന്ന സമയത്ത് പ്രഷർ കൂടുന്ന സമയത്ത് എന്തെങ്കിലും ട്രാൻസ്ഫോമർ ടാങ്ക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, എക്സ്പ്ലോഷൻ വെൻറ്റ് യൂസ് ചെയ്യുന്നുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രഷർ റിലീസ് ഡിവൈസ് ഫിറ്റഡ് ടു ദ ട്രാൻസ്ഫോമർ. ഓക്കെ, എക്സ്പ്ലോഷൻ വെൻറ്റ് എന്ന് പറഞ്ഞത് പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്, എക്സ്പ്ലോഷൻ വെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്പ്ലോഷൻ പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് മൗത്ത് എന്ത് വെച്ചിട്ടുണ്ടാകും, ഒരു തിൻ ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഷീറ്റ് വെച്ചിട്ട് ടൈറ്റ്ലി കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ഓവർ ഹീറ്റഡ് എയ്തർ ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ടഡ് ഓർ സസ്റ്റെയിൻഡ് ഓവർലോഡ്. ട്രാൻസ്ഫോമർ ചിലപ്പോൾ ഓവർ ഹീറ്റ് ചെയ്യാം, ചിലപ്പോൾ ഓവർലോഡ് വരും. അത് സംഭവിക്കും ട്രാൻസ്ഫോമർ ടാങ്കിനകത്തുള്ള ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും, ഹെവി പ്രഷേഴ്സ് ട്രാൻസ്ഫോമർ ടാങ്കിലേക്ക് എന്ത് കൊടുക്കും, ഹെവി പ്രഷർ കൊടുക്കും. അപ്പോൾ പ്രഷർ കൂടിയാൽ സംഭവിക്കും ട്രാൻസ്ഫോമറിൻ്റെ ടാങ്ക് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രഷർ എക്സ്പ്ലോഷൻ വെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫോമർ ടാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെവി പ്രഷർ ഉണ്ട് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ മൗത്തിലൂടെ തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടും. ഓക്കെ, ഇപ്പോൾ പ്രഷർ റിലീസ് ചെയ്യുന്നതാണ്. ഇവിടെ ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് ഈ ഗ്ലാസ് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ഷീറ്റ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ സംഭവിക്കും ഈ പ്രഷർ ഗ്യാസസ് എങ്ങോട്ടേക്കും പുറത്തോട്ട് പോകും, അല്ലാതെ ട്രാൻസ്ഫോമർ ടാങ്കിന് എന്ത് ചെയ്യില്ല, അത് ബേസ്റ്റ് ചെയ്യില്ല, പൊട്ടിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രഷർ ബിൽറ്റ് ഇൻസൈഡ് ദ ട്രാൻസ്ഫോമർ മേ ബ്രേക്ക് ദ ഗ്യാസ് ഓർ ലാമിനേറ്റഡ് ഡയഫ്രം ഓഫ് ദ എക്സ്പ്ലോഷൻ പൈപ്പ്. ഈ എക്സ്പ്ലോഷൻ പൈപ്പിൻ്റെ മൗത്തിലുള്ള ഡയഫ്രം, അതായത് ലാമിനേറ്റഡ് ഗ്ലാസ് ആവാം അല്ലെങ്കിൽ ഷീറ്റ് ആവാം, അതിനെന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ആൻഡ് ദെയർബൈ ടാങ്ക് ക്യാൻ ബി സേവ്ഡ് ഫ്രം ടോട്ടൽ ഡാമേജ്. അതായത് ഫുൾ ട്രാൻസ്ഫോമറിനകത്ത് എന്ത് ചെയ്യില്ല, ഡാമേജ്
ചെയ്യിപ്പിക്കില്ല. എക്സ്പ്ലോഷൻ വെന്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകും, ഹൈ പ്രഷർ ഗ്യാസസ് പുറത്തോട്ട് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇതാണ് ആരുടെ ഫംഗ്ഷൻ, എക്സ്പ്ലോഷൻ വെന്റിന്റെ ഫംഗ്ഷൻ. ഇറ്റ്സ് എ പ്രഷർ റിലീസ് ഡിവൈസ് ആണ് എന്ത്, എക്സ്പ്ലോഷൻ വെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോയ്സ് ഇൻ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും മാഗ്നറ്റോസ്ട്രിക്ഷൻ. എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് പോകുന്നവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു ഹമ്മിങ് നോയ്സ് അവിടെ കേൾക്കും. എല്ലാ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് ചിലപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്, നോയ്സ് ഇൻ എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയ്സ് ഉണ്ടാവാനുള്ള മെയിൻ കാരണമാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ. എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തുണ്ട്, മാഗ്നറ്റിക് കോർ ഉണ്ട് അല്ല, ട്രാൻസ്ഫോമറിൽ മാഗ്നറ്റിക് കോർ ഉണ്ട്. ഓക്കെ, ഈ കോർ മെറ്റീരിയലിന് ഫിക്സ്ഡ് കോർ ലെങ്ത് ആണ്, അതേപോലെ കോറിൻ്റെ ഏരിയാസ് ഒക്കെ എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ, ട്രാൻസ്ഫോമർ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, കോർ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യും. കോർ ലെങ്ത് എന്ത് ലൈറ്റായിട്ട് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും, ഏരിയ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പക്ഷേ ട്രാൻസ്ഫോമർ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഫിക്സ്ഡ് ടാങ്കാണ്. അതിൻ്റെ ഏരിയ എന്ത് ചെയ്യില്ല, ഡയമെൻഷൻ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യില്ല. പക്ഷെ എന്ത് ചേഞ്ച് ചെയ്യും, ട്രാൻസ്ഫോമറിൻ്റെ കോറിൻ്റെ ഡയമെൻഷൻസ് ചെറുതായിട്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ കോറിൻ്റെ ലെങ്ത്തും അതേപോലെ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും, ചിലപ്പോൾ ഡിക്രീസ് ആവും. ഓക്കെ, അങ്ങനെ ചെറിയൊരു ചേഞ്ച് ഇൻ ഡയമെൻഷൻ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക, ഇവിടെ ഹമ്മിങ്ങും നമ്മുടെ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവുക. ദാറ്റ് ഈസ് വെൻ ഫെറോമാഗ്നറ്റിക് ട്രാൻസ്ഫോമർ കോർ ഈസ് മാഗ്നറ്റൈസ്ഡ്, ദ കോർ ലെങ്ത് അലോങ് ദ ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് ഡിക്രീസസ് ആൻഡ് ഇൻക്രീസസ് ആൾട്ടർനേറ്റീവ്ലി. കോർ ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, വിത്ത് കറസ്പോണ്ടിങ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ക്രോസ് സെക്ഷൻ. അപ്പോൾ കോർ ലെങ്ത്തും ഇൻക്രീസ് ചെയ്യും, ഡിക്രീസും ചെയ്യും, അതുപോലെ ഏരിയ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ദിസ് ഫിനോമിനൻ ഇൻവോൾവിംഗ് വെരി സ്മോൾ ചേഞ്ചസ് ഇൻ ഡയമെൻഷൻസ് ഓഫ് ദ മാഗ്നറ്റൈസ്ഡ് കോർ ഈസ് കോൾഡ് മാഗ്നറ്റോസ്ട്രിക്ഷൻ. അതായത് ട്രാൻസ്ഫോമർ കോറിൻ്റെ ഏരിയയിലും അതേപോലെ ഷേപ്പിലും ലെങ്ത്തിലും ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാഗ്നറ്റോസ്ട്രിക്ഷൻ. മാഗ്നറ്റൈസേഷൻ നടക്കുമ്പോഴാണ് ഇത്, നമ്മൾ ഫ്രിക്ഷൻ ഒക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് എന്ത്, മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിസം കാരണം ഉണ്ടാകുന്ന ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക, മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയാം. ആസ് ദ സ്റ്റീൽ ലാമിനേഷൻസ് ചേഞ്ച് ദ ഡയമെൻഷൻസ് ആൾട്ടർനേറ്റീവ്ലി, ദ ഫെറോമാഗ്നറ്റിക്സ് വൈബ്രേറ്റ്സ് ആൻഡ് ഹമ്മിങ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവിക്കും അത് വൈബ്രേഷൻ ആയിട്ടും ഹമ്മിങ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമറിൻ്റെ ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാഗ്നറ്റോസ്ട്രിക്ഷൻ. ഓക്കെ, ഇനി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ദാറ്റ് ഈസ് കോർ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് എന്ത് ചെയ്യുക, മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി BM, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാഗ്നറ്റോസ്ട്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോർ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദ ടെൻഡൻസി ഫോർ ഹമ്മിങ് ഇൻ ദ ട്രാൻസ്ഫോമർ, മാഗ്നറ്റോസ്ട്രിക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹമ്മിങ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് നോയ്സിൻ്റെ ട്രാൻസ്ഫോമർ. പിന്നെ അതേപോലെ എന്തുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ കോർ മെറ്റീരിയൽ അല്ലാണ്ട് ട്രാൻസ്ഫോമറിൽ കോറിൽ നിന്ന് ജോയിൻസ് ഉണ്ട് ഒരുപാട്. അത് നമ്മൾ L ഷേപ്പ് E ഷേപ്പ് എന്നൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ കോർ ഇങ്ങനെയായിരിക്കും. ഇവിടെ എന്തുണ്ട്, ജോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫുൾ കോറാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ജോയിൻസിലൊക്കെ എന്തുണ്ടാവും, അവിടെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ജോയിൻസ് ഇൻ ദ കോർ ആർ ആൾസോ റെസ്പോൺസിബിൾ ഫോർ നോയ്സ് പ്രൊഡക്ഷൻ ടു എ ലെസർ ഡിഗ്രി. ചെറിയ രീതിയിൽ ആ രീതിയിലുള്ള നോയ്സ് ഉണ്ടാവുള്ളൂ. ദ ഡീറ്റെയിൽസ് ഓഫ് കോർ കൺസ്ട്രക്ഷൻ, സൈസ് ആൻഡ് ഗേജ് ഓഫ് ലാമിനേഷൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ഓഫ് ക്ലാമ്പിംഗ് ദ കോർ by nuts and bolts influence the frequency of mechanical vibration and therefore noise in a transformer. ഈ മാഗ്നറ്റോസ്ട്രിക്ഷൻ അല്ലെങ്കിൽ നോയ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്താ, കോർ കൺസ്ട്രക്ഷന്, സൈസ് ആൻഡ് ഗേജ് ഓഫ് ലാമിനേഷൻസ്, പിന്നെ ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ഓഫ് ക്ലാമ്പിംഗ് ദ കോർ. അത് നമ്മൾ കോറിനെ നട്ടും ബോൾട്ട് ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്ത് വെക്കുക. ആ ടൈറ്റ്നെസ് എത്ര ഡിഗ്രി ടൈറ്റ്നെസ്, ഇപ്പോൾ ലൂസൊക്കെ ആണെങ്കിൽ വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അതൊക്കെയാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മെക്കാനിക്കൽ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോയ്സിന് എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാം നമുക്ക്, ഒന്നെന്താ, ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, യൂസ് ലോ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ, കോറിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റിനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ എന്താ, പ്രോപ്പർ ടൈറ്റനിങ് ഓഫ് കോർ ബൈ ക്ലാംപ്സ് ആൻഡ് ബോൾട്ടും ക്ലാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് കോറിന് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സൗണ്ട് പുറത്ത് കൊടുക്കാത്ത രീതിയിൽ സൗണ്ട് ഇൻസുലേറ്റിംഗ് ട്രാൻസ്ഫോമർ കോഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ട്രാൻസ്ഫോമർ കോറിനെ സൗണ്ട് ഇൻസുലേറ്റിംഗ് ആയിട്ട് വെക്കുക. ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിൻ്റെ നോയ്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള
മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോയ്സ് ഉണ്ടാവാനുള്ള കാരണമാണ് എന്ത്? മാഗ്നറ്റോസ്റ്റിക്ഷൻ. മാഗ്നറ്റോസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ട്രാൻസ്ഫോമർ കോറിൻ്റെ ലെങ്ത്തിൽ അതായത് ഡയമെൻഷൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ ഇൻക്രീസ് ആവും, ചിലപ്പോൾ ഡിക്രീസ് ആവും. ആ ഒരു എഫക്റ്റിനെയാണ് എന്ന് വിളിക്കുക, മാഗ്നറ്റോസ്റ്റിക്ഷൻ എന്ന് വിളിക്കുക. മാഗ്നറ്റോസ്റ്റിക്ഷൻ നമുക്ക് പുറത്തേക്ക് അനുഭവപ്പെടുന്ന എന്തായിട്ടാണ്? ട്രാൻസ്ഫോമർ ടാങ്ക് വൈബ്രേറ്റ് ചെയ്യും, അതേപോലെ ഹമ്മിങ് നോയ്സും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോമർ നോയ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കി. ഇതൊക്കെയാണ് ട്രാൻസ്ഫോമർ ഇതിൽ വരിക. നെക്സ്റ്റ്, കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കൂളിംഗ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ എയർ മെത്തേഡ്, 2 എയർ ബ്ലാസ്റ്റ് മെത്തേഡ്, 3 ഓയിൽ ബ്ലാസ്റ്റ് മെത്തേഡ്, അത് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഓയിൽ, ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ് രണ്ടും ചെയ്യുന്നുണ്ട്, ഫോഴ്സ്ഡ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ നെയിം പ്ലേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഏത് കൂളിംഗ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്റർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ON എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടു, നെയിം പ്ലേറ്റിൽ ON എന്ന് പറഞ്ഞാൽ കണ്ടു. അപ്പോൾ എന്താണ് ON? ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ OF, അല്ലെങ്കിൽ AB, ഓക്കെ, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോമറുകൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നെയിം പ്ലേറ്റ് നോക്കുന്ന സമയത്ത്. അപ്പോൾ എന്താ ഇതൊക്കെ മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് കൂളിംഗ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വൈൻഡിങ്സിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഇൻറ്റേർണൽ കൂളിംഗ് മീഡിയം ഏതാണ്, ഈ ട്രാൻസ്ഫോമർ ടാങ്കിനകത്തുള്ള മീഡിയം ഏതാണോ അതാണ് ഫസ്റ്റ് ലെറ്റർ വരിക. എക്സാമ്പിൾ പറയുമെങ്കിൽ O എന്ന് പറയുന്നത് എന്താണ്? മിനറൽ ഓയിൽ അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? O എന്ന് പറയുന്നത്. ഓയിൽ എന്ന് വെച്ചാൽ മിനറൽ ഓയിലാണ് O എന്ന് ഉദ്ദേശിക്കുക. A ആണെങ്കിൽ എന്തായിരിക്കും? എയർ ആയിരിക്കും. അപ്പോൾ എയർ ആണ് മീഡിയം എങ്കിൽ എന്ത് ചെയ്യുക? കൂളിംഗ് മീഡിയം എങ്കിൽ എയർ ബ്ലാസ്റ്റ്. അപ്പോൾ എയർ ഏത് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത് അതാണ് എന്ത്? ഫസ്റ്റ് ലെറ്ററിൽ കാണിക്കുക. അത് O ആവാം, A ആവാം. നെക്സ്റ്റ് സെക്കൻഡ് ലെറ്റർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കൂളിംഗ് ചെയ്യുന്നത്, ഇതാണ് സർക്കുലേഷൻ മെക്കാനിസം. എങ്ങനെയാണ് നമ്മുടെ കൂളിംഗ് മീഡിയം അതിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുക N ഉണ്ട്, അതേപോലെ F ഉണ്ട്, B ഉണ്ട്. N എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ കൂളിംഗ്, അതായത് നമ്മൾ നോർമൽ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഇത് ഫ്ലോ, നാച്ചുറൽ ഫ്ലോ ഓഫ് എയർ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്ലോ ഓഫ് ഓയിൽ, അതിനെയാണ് എന്ത് വിളിക്കുക? നാച്ചുറൽ കൂളിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഫോഴ്സ്ഡ് സർക്കുലേഷൻ. നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ എന്ത് ചെയ്യുക? എയറോ ഓയിലോ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് വിളിക്കുക? ഫോഴ്സ്ഡ് സർക്കുലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ OF എന്ന് പറഞ്ഞാൽ ഓയിൽ ഫോഴ്സ്ഡ്, അതുപോലെ ഓയിൽ നാച്ചുറൽ ഉണ്ട്, എയർ ബ്ലാസ്റ്റ് ഉണ്ട്, എയർ ഫോഴ്സ്ഡ് ഉണ്ട്. അതൊക്കെയാണ് എന്തിൽ വരിക? കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ വരിക. നെക്സ്റ്റ് മൂന്നാമത്തെ ലെറ്റർ, തേർഡ് ലെറ്റർ എന്താണ്? എക്സ്റ്റേണൽ കൂളിംഗ് മീഡിയ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട്, ഇപ്പോൾ ട്രാൻസ്ഫോമർ പുറത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പൈപ്പ്സ് പോലത്തെ സാധനം പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവും, അതുപോലെ കുറേ ഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ A ആവാം, W ആവാം. എയർ കൂളിംഗ് ഉണ്ട്, വാട്ടർ കൂളിംഗ് ഉണ്ട്. ഇനി അടുത്ത ഫോർത്ത് ലെറ്റർ എന്താ? എക്സ്റ്റേണൽ കൂളിംഗ് മീഡിയം എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, അത് നാച്ചുറൽ ആവാം, ഫോഴ്സ്ഡ് ആവാം. സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ONAF എന്ന് പറഞ്ഞാൽ എന്താ? ONAF ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ്ഡ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേം ഇൻറ്റേർണൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, അതാണ് ആദ്യത്തെ രണ്ട് ടേം വരിക. ലാസ്റ്റത്തെ രണ്ട് ടേം വരെ എക്സ്റ്റേണൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നെയിം പ്ലേറ്റ് നോക്കിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് മെത്തേഡ്സ് ഉണ്ട്. ആ 4 ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് കൂളിംഗ് മെത്തേഡ്സ് ആണ് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് സർക്കുലേഷൻ എക്സാമ്പിൾസ് ആണ്. ഫാൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, പമ്പ് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഡിഫറെൻറ്റ് കൂളിംഗ് മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഒരു ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ മെയിനായിട്ട് കോറും വൈൻഡിങ്ങും കൂടാണ്ട് ട്രാൻസ്ഫോമറിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ കുറേ പൈപ്പ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കൂളിംഗ് ഡക്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കൂളിംഗ് ട്യൂബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇന്നത്തെ ചോദിച്ചേക്കുന്ന 2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഫോർ ലാർജർ ട്രാൻസ്ഫോമേഴ്സ് it is preferable to use radiators, tubed tanks, corrugated tanks with separate coolers. Larger transformers ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യുക? ട്രാൻസ്ഫോമേഴ്സ് ടാങ്ക്സ് വിത്ത് സെപ്പറേറ്റ് കൂളേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കാരണം ലാർജ് ട്രാൻസ്ഫോമർ ആണ്, ഹീറ്റിംഗ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ടാങ്കിന് സെപ്പറേറ്റ് എന്ത് വേണം? കൂളിംഗ് വേണം. അപ്പോൾ ടാങ്ക്സ് വിത്ത് സെപ്പറേറ്റ് കൂളേഴ്സ് ആണ് ലാർജർ ട്രാൻസ്ഫോമേഴ്സിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, OB ടൈപ്പ് ഡിഫർ ഫ്രം ON ടൈപ്പ്. OB എന്ന് വെച്ചാൽ എന്താ? ഓയിൽ ബ്ലാസ്റ്റ്. ഡിഫർ ഫ്രം ON എന്ന് വെച്ചാൽ എന്താ? ഓയിൽ നാച്ചുറൽ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ഓയിലാണ്. ഏത് ടൈപ്പ് കൂളിംഗ് ആണ്
ആണെന്നുള്ളതാണ് എന്ത് വരിക വ്യത്യാസം വരിക. നമ്മൾ ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ പറഞ്ഞല്ലോ. ഫസ്റ്റ് ലെറ്റർ ഏത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്, രണ്ടിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വ്യത്യാസം വരുന്ന ഇവിടെ ബ്ലാസ്റ്റ് എൻ. അപ്പോൾ എന്ത് രണ്ടാമത്തെ വരുന്ന ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞാൽ ഏത് രീതിയിലുള്ള സർക്കുലേഷൻ ആണ് ചെയ്യുന്നത്, അതായത് കൂളിംഗ് മെത്തേഡ്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എന്തല്ല കപ്പാസിറ്റി അല്ല. കൂളിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ലെറ്ററാണ് സൂചിപ്പിക്കുന്നത്, ടെമ്പറേച്ചർ അല്ല. ഏതാണ് ആൻസർ വരിക, കൂളിംഗ് മെത്തേഡ്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കൂളിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാസ്റ്റ് ആണോ, നാച്ചുറൽ ആണോ, ഫോഴ്സ്ഡ് ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ലെറ്റർ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് മെത്തേഡ്സ് ആണ്, ഫോഴ്സ്ഡ് കൂളിംഗ്, നാച്ചുറൽ കൂളിംഗ്, ബ്ലാസ്റ്റ് കൂളിംഗ് എന്നൊക്കെ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് സി ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹൈ വോൾട്ടേജ് സർജസ് ഡ്യൂറിങ് ലൈറ്റ്നിങ് ആൻഡ് സ്വിച്ചിങ്. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ ലൈറ്റ്നിങ് വരുന്ന സമയത്തും അതായത് സ്വിച്ചിങ് വരുന്ന സമയത്ത് പെട്ടെന്ന് എന്തുണ്ടാവും, വോൾട്ടേജ് സർജ് ഉണ്ടാവും. അപ്പോൾ സർജ് ഉണ്ടാകുന്ന സമയത്ത് ഏത് പാർട്ടാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു പാർട്ടാണ്, ഇത് പറയാത്തൊരു പാർട്ടാണ് നോക്കുക. തെർമൽ ഓവർലോഡ്, ഓവർലോഡ് വരുമ്പോഴാണ് അത് വർക്ക് ചെയ്യുക. ബ്രീത്തർ എന്തിൻ്റെ മോയ്സ്ചറിന് വേണ്ടിയിട്ടാണ് ബ്രീത്തർ യൂസ് ചെയ്യുക. കൺസർവേറ്റർ ടാങ്ക് യൂസ് ചെയ്യുന്നത് ഓയിലിൻ്റെ ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹോൺ ഗ്യാപ്പ് എന്ന് പറയുന്ന പാർട്ടാണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ലൈറ്റ്നിങ്ങും സ്വിച്ചിങ്ങും വരുന്ന സമയത്ത് ഹെവി സർജസ് ഉണ്ടാവും, വോൾട്ടേജ് ഹൈ ആയിട്ട് എന്ത് ചെയ്യും കയറി വരും ലൈറ്റ്നിങ് ഉള്ള സമയത്തും. അതുപോലെ സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ലോഡൊക്കെ പെട്ടെന്ന് ഓഫ് ചെയ്താൽ സ്വിച്ചിങ് വോൾട്ടേജ് ഹൈ ആയിട്ട് കയറി വരും, അതിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളാണ് ഹോൺ ഗ്യാപ്പ്. ഓക്കെ, ഇത്രയാണ് ട്രാൻസ്ഫോമറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ ട്രാൻസ്ഫോമർ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നേരെ ഓൾട്ടർനേറ്ററും സിങ്ക്രോണസ് മോട്ടറും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.